ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ സത്യാമ്മ പറഞ്ഞിട്ടാ നിന്നത്. രാഘവൻ സാർ വിടുന്നില്ലായിരുന്നു. ഉറങ്ങിയിട്ട് പോവാന്ന് വെച്ച് നിന്നതാ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇതുപോലെ എന്നെ കൊണ്ട് പറയിക്കരുത്. എടാ, നീ വലിയ പോക്കറിയൊക്കെ ആയിരിക്കും, പക്ഷെ നിന്നെ വരച്ച വരെ നിർത്തി വളർത്തിയ ആളായി ഞാനേ. അപ്പം നിന്നേക്കാൾ വലിയ രാജയായി ഞാൻ ഇല്ലടോ ഉള്ളേ. എന്റെ പഴയ ചട്ടമ്പിത്തരം ഇവൻ അറിയാൻ പാടില്ല. പോകാൻ പോയ ചെക്കനെ വിളിച്ചിരുത്തി വധിക്കുക. അല്ല, സഹിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. പിന്നെ നീ ഒരിടത്തോട്ടും പോണ്ട. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. മോളെ, കെട്ടുപ്രായമായ മക്കള് വീട്ടിലുണ്ടാകുമ്പോ അച്ഛനമ്മമാർക്ക് ആദിയാ. അതിൽ കൂടുതലും ആദി അമ്മമാർക്ക് തന്നെയാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നീ ജനിച്ച അന്നു മുതൽ തുടങ്ങുന്നതാ. നിന്റെ പഠിത്തം അത് സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങും. അത് ചെന്ന് നിൽക്കുന്നത് മിന്നുകെട്ടിന് വരന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ്. ആ മിന്ന് കഴുത്തി വീഴുമ്പോഴാണ് അമ്മമാരുടെ ആദ്യം അവസാനിക്കുന്നത്. അമ്മച്ചി ഇതിപ്പോ എന്നോട് എന്തിനാ ഈ പറയുന്നേ? മോളെ, നിന്റെ മിന്നുകെട്ട് എനിക്ക് കാണണം. അതിന് എന്താന്ന് വെച്ചാ മോള് ചെയ്യണം. ശിവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറാതെ ഞാൻ എങ്ങനെയാ അമ്മച്ചി ഇതിനൊരു മറുപടി പറയാ? മോള് ശിവനെ കാത്തിരിക്കണ്ടെന്നേ അമ്മച്ചി പറയൂ. അമ്മച്ചി കേൾക്കുമ്പോ മോക്ക് വിഷമാവും അമ്മച്ചിക്ക് അറിയാം. എന്നാലും അറിയേണ്ട കാര്യങ്ങൾ മോൾ അറിയണം. ശിവന്റെ സ്വഭാവം വെച്ച് മോൾ അവന്റെ കൂടെ ജീവിക്കില്ല. പിന്നെ മറ്റൊരു സ്ത്രീയായിട്ട് അവൻ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നും പറയുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് മോളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ശാശ്വതമായൊരു കുടുംബജീവിതം എന്റെ മോൾക്ക് അവന്റെ കൂടെ കിട്ടില്ല. അതുകൊണ്ട് അമ്മച്ചി എന്താ നിർത്തിക്കളഞ്ഞേ? പറ, ബാക്കിയോടി പറ, ഞാൻ കേക്കട്ടെ. മോളെ, മോളെ സ്നേഹിക്കുന്നവരുടെ കൂടെയല്ല, മോളെ സ്നേഹിക്കുന്നവരുടെ കൂടെ കഴിയണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഡേവിസിനെ വിവാഹം കഴിക്കണം അല്ലേ? അതിലും ഭേദം അമ്മച്ചിക്ക് എനിക്ക് വല്ല വിഷം തന്ന് കൊന്നൂടെ? മാടിനെ അറക്കാൻ കൊടുത്തു എന്നുള്ള ശാപം ഏൽക്കണ്ടല്ലോ. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്റെ കഴുത്തിൽ അവൻ കെട്ടി താലി വരെ അവൻ പൊട്ടിച്ചു കളഞ്ഞില്ലേ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? നോക്ക്, ജീവിതം ഒന്നേ ഉള്ളു മോളെ. അത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പരം മനസ്സിലാക്കുന്നവരുടെ കൂടെ ജീവിച്ച് തീർക്കാനുള്ളതാണ്. കണ്ണീര് കലത്തിലിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ ഒന്നും ഇന്ന് ഒരിടത്തും കിട്ടാനില്ല. അങ്ങനെ ജീവിക്കാൻ ആരും തയ്യാറാവുകയില്ല. മോള് ചിന്തിക്ക്, ശിവന്റെ കൂടെ ജീവിച്ച നല്ലൊരു ജീവിതം കിട്ടുമെന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. അമ്മ പറയുന്നെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ശിവൻ എന്നെ വെറുക്കുന്നു എനിക്ക് ബോധ്യം വരട്ടെ. ഇനി അഥവാ അവനെ എത്ര വെറുത്താലും ഞാൻ അവനെ വെറുക്കാതിരുന്ന പോരെ? ശിവന്റെ കൂടെ ജീവിച്ച നല്ലൊരു ജീവിതം കിട്ടുമെന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. അയ്യോ, ഇനി ഞാനടുത്ത്. മോളെ, ശിവനങ്ങട് പുലിയാണ് കേട്ടോ. പുലിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഞങ്ങൾ സിംഹകുട്ടികളാ. ഇതാ കണ്ടോ, പടപടാന്ന് കോയിൻ വീഴുന്നത്. നമുക്ക് കാണാം. കാണാം. എന്നാ പിടിച്ചോ. കണ്ടോ കണ്ടോ, ശിവനങ്ങട് പുലിയാ. അയ്യോ, കിട്ടിയില്ല.
ആ അതെ, ഞങ്ങള് പെണ്ണുങ്ങളും അത്ര മോശമൊന്നും അല്ല കേട്ടോ. ഇനി സത്യയുടെ ഉഴവ. സത്യ കൂടി ഇട്ട് കഴിയുമ്പോ കളി ഞങ്ങൾ ലീഡ് ചെയ്യും. ആ അത് കാണല്ലോ. ഉം. ഉം. ആ അങ്കിളേ, ആ സംഗതി കണ്ണ് കിട്ടിയതാ. ആ കോയിൻ ഇടുന്നതാ ഇങ്ങനെയാ. അയ്യേ അയ്യേ മക്കളെ, നമ്മുടെ സൈഡ് വീക്കാണേ. ഇപ്പൊ ശരിയാക്കി തരാം. ആ എന്നാ നോക്ക്. ആ കോയും വീഴുന്ന ഞാനിപ്പോ കാണിച്ചു കണ്ടോ. ഒന്ന് പോ. അയ്യോ. ഞാൻ കാണിച്ചുതരാം. ഉം. ആ വീഴുന്ന അടുക്കളയില് പണിയൊന്നുമില്ലേ പൊന്നി? അല്ല, അത് പിന്നെ പോയി ചായ എടുക്ക്. നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ? പിള്ളച്ചേട്ടനും ഇവരുടെ കൂടെ കൂടി അല്ലേ? ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പോയി പഠിക്കാൻ നോക്ക്. പോ. ആ ചെല്ലു ചെല്ലു, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. പോയിരുന്ന് പഠിച്ചേട്ടെ. ആ. നല്ല രസായിരുന്നല്ലേ പപ്പി? അപ്പോഴത്തേക്ക് അമ്മ വന്നില്ലേ? ജോലിയോട് കൂറുള്ളവനാണെന്നല്ലേ പറഞ്ഞത്? ജോലി കഴിഞ്ഞ വീട്ടിൽ പോവാൻ പാടില്ലേ? അതല്ലേ മര്യാദ? പണ്ട് ക്യാരം ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. കുട്ടികൾ പറയും കൂടെ ചെയ്തപ്പോ ഒന്നിരിക്കാന്ന് വെച്ചു. പിന്നെ സത്യാമ്മ പറഞ്ഞിട്ടാ നിന്നത്. രാഘവൻ സാറ് വിടുന്നില്ലായിരുന്നു. ഉറങ്ങിയിട്ട് പോവാന്ന് വെച്ച് നിന്നതാ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇതുപോലെ എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും ഞാൻ എത്തുന്നതിന് മുമ്പ് പോവാൻ നോക്കുക. ആ ഒരു കാരുണ്യമെങ്കിലും എന്നോട് കാണിക്കണം പ്ലീസ്.